രണ്ടാമത് ഖത്തർ ബോട്ട് ഷോയ്ക്ക് സമാപനം. ഓൾ ദോഹ പോർട്ടിലാണ് ഷോ. ലോകമെങ്ങുമുള്ള കടൽ വിനോദ വ്യവസായ മേഖലയിലെ വമ്പന്മാരെല്ലാം പരിപാടിയിൽ ഒന്നിക്കുന്നുണ്ട്. ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് തത്സമയം ചേരുന്നുണ്ട്. അബ്ബാസ്, മനോഹരമായ കാഴ്ചയായിരിക്കും. എന്താണ് അനുഭവം? എന്തൊക്കെയാണ് പ്രത്യേകതകൾ? ധന്യ, നമ്മളിപ്പോൾ ഈ ഓൾഡ് ദോഹ പോർട്ടിലെ ഈ ഖത്തർ ബോട്ട് ഷോ നടക്കുന്ന സ്ഥലത്താണുള്ളത്. ഇത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് തുടങ്ങിയത്. ബുധൻ, വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലാണ് 4 ദിവസങ്ങളിലാണ് ബോട്ട് ഷോ അരങ്ങേറുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കടലുമായി ബന്ധപ്പെട്ട, സമുദ്രവുമായി ബന്ധപ്പെട്ട വിനോദം, അതുപോലെ മീൻപിടുത്തം, ഇവയുമായി ബന്ധപ്പെട്ടൊക്കെ ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, ഉപകരണങ്ങൾ, ഏറ്റവും അത്യന്താധുനികമായ ഉല്ലാസ നൗകകൾ, യോട്ടുകൾ, ഇവയുടെയൊക്കെ ഒരു പ്രദർശനമാണ്. ഇത് കാണാൻ വേണ്ടി നിരവധി നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ കഴിഞ്ഞ 4 ദിവസങ്ങളായി ഇവിടെ എത്തിച്ചേർന്നത്. ഇന്ന് അവസാന ദിവസമാണ്. ഇത് വെടിക്കെട്ടോടു കൂടിയാണ് ആരംഭിച്ചത്. അതിഗംഭീരമായ വെടിക്കെട്ടോടു കൂടി ആരംഭിച്ച് അത് കാണാൻ നിരവധി ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിരുന്നു. അതിനുശേഷമാണ് ഈ പ്രദർശനം നടക്കുന്നത്. ഈ പ്രദർശനത്തിൻ്റെ ഈ സവിശേഷത ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിൽ സമുദ്ര ഗവേഷണവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ സമുദ്ര ഉല്ലാസ നൗകയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. അത് കാണാൻ വേണ്ടി ഖത്തറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മലയാളികളടക്കമുള്ള ഒരുപാട് ആളുകൾ, വിദേശികൾ ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. 500-ലേറെ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളാണ് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അവരുടെ നൗകകളുണ്ട്, യോട്ടുകളുണ്ട്, അതുപോലെ ഉപകരണങ്ങളുണ്ട്. മീൻ പിടിക്കാൻ പോകുന്ന ഏറ്റവും അത്യന്താധുനികമായ ഉപകരണങ്ങളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതോടുകൂടെ തന്നെ 25 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രാതിനിധ്യമുണ്ട്. ഖത്തറിൻ്റെ ആദ്യ പതിപ്പ് കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞുപോയത്. അത് വളരെ വിജയകരമായിരുന്നു. അതിനുശേഷമാണ് ഈ 2ാമത്തെ എഡിഷന് കൂടി ഈ ഖത്തറിലെ ഓൾഡ് ദോഹ പോർട്ട് വേദിയാകുന്നത്. ഏതായാലും നിറഞ്ഞ സദസ്സോടുകൂടെ, നിറഞ്ഞ കാണികളുടെ പങ്കാളിത്തത്തോടുകൂടെ ഈ വർഷത്തെ ഖത്തർ ബോട്ട് ഷോക്കും ഇന്ന് സമാപനം കുറിക്കുകയാണ് തന്നെ. ശരി അബ്ബാസ്.